ഹലോ ഓൾ, വെൽക്കം ടു കാറ്റലിക്സ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് ഫസ്റ്റ് മൊഡ്യൂളായ ബേസിക്സ് ഓഫ് എക്കണോമിക്സ് എന്ന മൊഡ്യൂളിൽ നിന്നാണ്. പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ മീനിങ്സ് ഓഫ് എക്കണോമിക്സ്, എക്കണോമിക്സിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, അതേപോലെ ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ആണ്. സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മുൻകാല ചോദ്യപേപ്പറുകളിലൊക്കെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് അഥവാ ബേസിക് എക്കണോമിക് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ആൻസറാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ടോപ്പിക്കാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം അഥവാ ബേസിക് എക്കണോമിക് പ്രോബ്ലം എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ഈ ആൻസറാണ് എഴുതേണ്ടത്. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യന് വളരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്കറിയാം, ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സിൽ നമ്മൾ 4 ടൈപ്പ് ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഡെഫിനിഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആരാണ് കൊണ്ടുവന്നത്? ലയണൽ റോബിൻസ് ആണ് കൊണ്ടുവന്നത്, അല്ലേ? ലയണൽ റോബിൻസൺ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇക്കോണമിയിലുണ്ടാകുന്ന, അതായത് ഇക്കോണമി അഥവാ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ബേസിക് എക്കണോമിക് പ്രോബ്ലംസിന് പ്രധാനമായിട്ടും 3 റീസൺസ് ആണുള്ളത്, 3 കാരണങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കാണുന്നത്. അപ്പം പ്രധാനമായിട്ടുമുള്ള 3 റീസൺസ് ആണ് ഫോർ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം. ഒന്നാമത്തെ കാരണമാണ് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, അല്ലേ? നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാവുന്ന എക്കണോമിക് പ്രോബ്ലംസിന്, സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസിന് ഉണ്ടാവുന്ന കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് മുന്നോട്ട് വെച്ചത് ആരാണ്? ലയണൽ റോബിൻസൺ ആണ്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മുടെ വാണ്ട്സ്, അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ വാണ്ട്സ് എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ അൺലിമിറ്റഡ് ആണ്, അപരിമിതമാണ്, അല്ലേ? നമ്മളെ ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്താൽ, നമ്മുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചാൽ അടുത്ത വാണ്ട് ഒറിജിനേറ്റ് ചെയ്യും, അല്ലേ? അടുത്ത ആഗ്രഹം തീർച്ചയായിട്ടും ഉയർന്നു വരും, അല്ലേ? അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പരിധിയുണ്ടോ? ഒരിക്കലുമില്ല, അല്ലേ? അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേതാണ് ലിമിറ്റഡ് റിസോഴ്സസ്. നമുക്ക് ഇത്രത്തോളം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ? ഇല്ല, അല്ലേ? അതായത് നമ്മുടെ വോണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ തരത്തിലുള്ള റിസോഴ്സസ് ഇവിടെ ഇല്ല, അത് ലിമിറ്റഡ് ആണ് എന്നാണ് രണ്ടാമത്തെ റീസൺ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ റീസൺ ആണ് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ആയ ഈ റിസോഴ്സസിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്, അല്ലേ? അതായത് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് എന്നാണ് ഇതിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ആണ് ഇക്കോണമിയിലുണ്ടാകുന്ന ഈ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസിന് കാരണമായിട്ട് ആര് പറഞ്ഞിരിക്കുന്നത്? ലയണൽ റോബിൻസ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്ന് നോക്കാം. ഇതിനെ ഈ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസിന് ശരിക്കും നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേതാണ് ദ പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതായത് റിസോഴ്സസിൻ്റെ അലോക്കേഷൻ, റിസോഴ്സസിൻ്റെ വിതരണമൊക്കെ ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ഒന്നാമത്തെ സെക്ഷൻ. ആ സെക്ഷനിൽ വരുന്നതാണ് 1, 2, 3 പോയിൻറ്റ്സ്. ഓക്കെ, അതായത് ഒന്നാമത്തെ പ്രോബ്ലം എന്താണ്? അലോക്കേഷൻ ഓഫ് റിസോഴ്സസുമായി, അതായത് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളുടെ അലോക്കേഷനുമായി, വിതരണവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം, പ്രശ്നങ്ങൾ. അത് 3 തരത്തിൽ നമുക്ക് ആ പ്രശ്നങ്ങളെ പറയാം. ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്. മൂന്നാമത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പം അലോക്കേഷൻ ഓഫ് റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലത്തിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണത്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, നമ്മൾ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തേത് എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. മൂന്നാമത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, നമ്മൾ ഉൽപ്പാദിപ്പിച്ചല്ലോ, ഇത് ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, തുടങ്ങിയ 3 ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം. ഫസ്റ്റത്തെ നമ്മൾ പറയാം വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമുക്ക് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. സപ്പോസ് നിങ്ങൾ ഒരു പ്രൊഡ്യൂസറാണ്, നിങ്ങളെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. ഈ റിസോഴ്സസ് വെച്ച് നിങ്ങൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്
നടത്തേണ്ടത് എന്നത് ഒരു വലിയൊരു പ്രോബ്ലമാണ്. നമ്മളെ കയ്യിൽ ലിമിറ്റഡ് ആയുള്ള റിസോഴ്സസേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ചൂസസ് ഉണ്ട്, നമുക്ക് എന്ത് വേണേലും പ്രൊഡക്ഷൻ നടത്താം. പക്ഷേ ഈ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് നിങ്ങൾ എന്താണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രശ്നമാണ്. അതേപോലെ എല്ലാ ഇക്കോണമിയിലും നമ്മൾ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് വിറ്റഴിക്കപ്പെടാൻ പറ്റില്ല അല്ലേ. ഓരോ ഇക്കോണമിയിലും ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കും പ്രൊഡക്ഷൻ നടത്തുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻസിന്, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻസിൻ്റെ ഫുഡ് ഐറ്റംസ് ആയിരിക്കില്ല വെസ്റ്റേൺ കൺട്രീസിൽ ഉണ്ടാവുക. അപ്പം നമ്മുടെ ഫുഡ് ഐറ്റംസിൽ, അതായത് അത്തരത്തിലുള്ള ആ ഒരു കൃഷിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ അമേരിക്കൻ ഫുഡ് ഐറ്റംസിൻ്റെ ബേസിലായിരിക്കും അമേരിക്കയിലുള്ള പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അതായത് ഓരോ ഇക്കോണമിക്കും ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സും അല്ലെങ്കിൽ ആ സർവീസസും അനുസരിച്ചാണ് അവരവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, അതായത് അതേപോലെ തന്നെ നമ്മുടെ റിച്ച് ആൻഡ് പുവർ കൺട്രീസ്, നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി ആണല്ലോ, മറ്റുള്ള യൂറോപ്യൻ കൺട്രീസൊക്കെ റിച്ച് ആയിട്ടുള്ള കൺട്രീസുമാണ്. അങ്ങനെ ഓരോ ഇക്കോണമിയിലും നമ്മളിത് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പ്രൊഡക്ഷൻ നടത്താനും പറ്റണമെന്നില്ല. കയ്യിൽ ഒന്നാമത്തെ റീസൺ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉള്ളൂ. രണ്ടാമത്തെ റീസൺസ് അത് വാങ്ങാൻ ആൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. പുവറായിട്ടുള്ള കൺട്രിയിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അത് വാങ്ങാനുള്ള കപ്പാസിറ്റി ആ പീപ്പിളിനുണ്ടായിരിക്കണം. അപ്പോൾ ഇത് വല്ലാത്തൊരു പ്രോബ്ലം തന്നെയാണ്. അതായത് ഓരോ ഇക്കോണമിക്ക് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രൊഡക്ഷൻ നടത്തേണ്ടത്. അതെന്താണ് പ്രൊഡക്ഷൻ നടത്തേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. അത് നമ്മുടെ ഓരോ ഇക്കോണമിക്ക് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് അത് എത്രത്തോളം പ്രൊഡക്ഷൻ നടത്തണം ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി എന്നത് ഡിറ്റർമിൻ ചെയ്യുന്നതും ആ ഇക്കോണമിയുടെ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ എന്താണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഇനി രണ്ടാമത്തെ നിങ്ങളെ തേടി വരുന്ന ഒരു പ്രോബ്ലമാണ് ഹൗ ടു പ്രൊഡ്യൂസ്. എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത്? സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്ഷൻ നടത്താൻ തീരുമാനിച്ചു, ഏകദേശം എത്ര പ്രൊഡക്ഷൻ നടത്തേണ്ടതെന്നും നിങ്ങൾ തീരുമാനിച്ചു. അതിന് രണ്ടാമത്തെ പ്രോബ്ലം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും, എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ട കാര്യം 2 ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷനാണ്. 2 പ്രൊഡക്ഷൻ ടെക്നിക്സ് ആണ് ഇതിൽ പറയുന്നത്. ഉൽപ്പാദനം ചെയ്യാനുള്ള 2 ടെക്നോളജീസിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്കിതിൽ പറയേണ്ടത്. അപ്പം ഇത് ചിലപ്പം വൺ വേർഡ് ആയിട്ട് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, വാട്ട് ഈസ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. ഈ വേർഡ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. അപ്പോൾ നമ്മൾ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന കാര്യത്തിൽ നമ്മൾ വിശദീകരിക്കേണ്ട അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ 2 ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. ഫസ്റ്റത്തെയാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി. ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ലേബർ എന്ന് പറഞ്ഞാൽ ആരാണ്? തൊഴിലാളികൾ അല്ലേ. തൊഴിലാളികളെ കൂടുതൽ ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ഉൽപ്പാദന രീതിയാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ലേബേഴ്സിനായിരിക്കും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. കയ്യിലുള്ള മെഷീനറി അല്ലെങ്കിൽ ടെക്നോളജീസ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും യൂസ് ചെയ്യാനുള്ള സാധ്യത? ഏത് രാജ്യത്തായിരിക്കും, ഏത് തരം രാജ്യങ്ങളിലായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലേ, അതായത് പുവർ നാഷൻസിലായിരിക്കും, അതായത് ദാരിദ്ര്യം ഒക്കെയുള്ള രാജ്യങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് അല്ലേ. കാരണം അവിടെ ടെക്നോളജി വളരെയേറെ കുറവാണ്. അതുകൊണ്ട് അവർ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ആയിരിക്കും. ഓക്കെ, രണ്ടാമതാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി എന്താണ്? ടെക്നോളജി കൂടുതൽ ഉൾപ്പെടുത്തി, അതായത് പ്രൊഡക്ഷൻ, നമ്മൾ ഒരു ഉൽപ്പാദനം നടത്താൻ വേണ്ടി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? മെഷീനറിയാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ്. ടെക്നോളജി കൂടുതൽ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രൊഡക്ഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി എവിടേക്കായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്? റിച്ച് നാഷൻസിന് അല്ലേ, അതായത് ഡെവലപ്ഡ് കൺട്രി, വികസിത രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി, എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ്, അതായത് നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത് എന്ന കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ
കൺട്രിയുടെ അനുസരിച്ചിട്ടായിരിക്കും അല്ലേ. നമ്മൾ എവിടെയാണ്, നമ്മൾ ഏത് രാജ്യത്താണോ പ്രൊഡക്ഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ടെക്നോളജി ഏതാണെന്ന് ചൂസ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങളൊരു ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലേ, ഒരു ദരിദ്ര രാജ്യത്ത് നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഡെവലപ്ഡ് കൺട്രീസിലാണ് നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജിയും ആയിരിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിച്ചു, അത് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. രണ്ടാമതായി നിങ്ങൾ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചു. അടുത്ത പ്രോബ്ലമായിട്ട് വന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇനി ആർക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ചെയ്യുന്നത്. നിങ്ങളൊരു പ്രൊഡക്ഷൻ നിങ്ങൾ നടത്തിയല്ലോ അല്ലേ, നിങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസസിന് പ്രൊഡക്ഷൻ നടത്തിയെന്ന് വിചാരിക്കും. ഇനി ഇത് എങ്ങനെ, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കണം. കാരണം നമ്മളെ പ്രൊഡക്ട്സ് ആരാണ് പർച്ചേസ് ചെയ്യുന്നത്, ആരാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നത്, വാങ്ങുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതായത് ഉൽപ്പാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട് അല്ലേ. ഓർഗനൈസേഷനെ നമ്മൾ എൻ്റർപ്രൈസ് എന്നും പറയും. അപ്പം അതായത് ലാൻഡ് എന്ന് പറയുന്ന ഭൂമിയുണ്ട്, തൊഴിലാളിയുണ്ട്, മൂലധനമുണ്ട്, സംഘാടകനുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. സെൻട്രൽ എക്കണോമിക് പ്രോബ്ലത്തിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ടുള്ള അലോക്കേഷൻ ഓഫ് റിസോഴ്സസുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. അതിലാണ് നമ്മൾ ഇതിൽ 1, 2, 3 എന്ന് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് തുടങ്ങിയ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിയിരിക്കണം. രണ്ടാമത്തെ സെക്ഷനായിട്ട് നമുക്ക് എന്ത് പറയാം, ഈ റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് രണ്ടാമത്തെ സെക്ഷൻ. അപ്പം ഒന്നാമത്തെ സെക്ഷൻ നമുക്കറിയാം റിസോഴ്സസിൻ്റെ അലോക്കേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിനെ നമ്മൾ 3ആയി തിരിച്ച കാര്യമാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഇനി ഈ കയ്യിലുള്ള ഈ ലിമിറ്റഡ് റിസോഴ്സസിൻ്റെ ഫുൾ യൂട്ടിലൈസേഷനുമായിട്ട്, അതായത് നമ്മുടെ കയ്യിലുള്ള വിഭവത്തിൻ്റെ, അത് വിഭവം എന്താണ്, ലിമിറ്റഡ് ആണ്, ആ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിനിയോഗത്തെ ബേസ് ചെയ്തിട്ട്, അതായത് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മെയിനായിട്ട് 4 പ്രോബ്ലംസ് ആണ് വരുന്നത്. ഒന്നാമത്തെ പ്രോബ്ലമാണ് പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് പ്രൊഡക്ഷൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും, ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട, കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. അടുത്തത് പ്രോബ്ലം ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിൻ്റെ ഫുൾ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട, അതായത് പൂർണ്ണമായിട്ടും ഈ വിഭവങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. അടുത്തത് പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, അതായത് നമ്മുടെ റിസോഴ്സസിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. ലാസ്റ്റ് എക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട, അതായത് സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. ഈ പറഞ്ഞ 4 പ്രോബ്ലംസും വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷനുമായിട്ട്, അതായത് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിനിയോഗവുമായി ബന്ധപ്പെട്ട 4 പ്രോബ്ലംസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് പ്രൊഡക്ഷൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. നമുക്കറിയാം നമ്മളൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതായത് ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, അതായത് കാര്യക്ഷമത എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ്, കയ്യിലുള്ള ഈ ലിമിറ്റഡ് ആയിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ എത്രത്തോളം നമ്മൾ കാര്യക്ഷമതയോടെ ഉപയോഗിക്കുന്നു എന്നതാണ് ഈ പ്രോബ്ലത്തിൽ പറയുന്നത്. അത് പ്രൊഡക്ഷൻ്റെ കേസിലാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ റിസോഴ്സസിനെ എഫിഷ്യൻ്റായിട്ട്, കാര്യക്ഷമമായിട്ട് നമ്മൾ വിനിയോഗിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. അടുത്ത പ്രോബ്ലമാണ് പ്രോബ്ലം ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, അതായത് റിസോഴ്സസിൻ്റെ വിഭവങ്ങളുടെ പൂർണ്ണ ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. നമുക്കറിയാം റിസോഴ്സസ് നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ആയുള്ള റിസോഴ്സസ് ആണെങ്കിലും നമ്മളത് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും പൂർണ്ണമായിട്ട് നമ്മൾ വിനിയോഗിക്കണമെന്നില്ല.
അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം ഉയർന്നു വരുന്നു. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ കൈവശമുള്ള റിസോഴ്സസ് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഉപയോഗിക്കേണ്ടതാണ് എന്നാണ് ഈ സെക്ഷനിലും പറയുന്നത്. നമ്മൾ ഈ റിസോഴ്സസിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രോബ്ലം വരും. അതാണ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളത് ഒരു കയ്യിലുള്ള റിസോഴ്സസ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ എന്തിന് കാരണമാവുന്നു? റിസോഴ്സസിൻ്റെ വേസ്റ്റേജിന് കാരണമാവുന്നു, അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഈ പ്രോബ്ലത്തിൽ നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാവുന്നത്. അടുത്ത പ്രോബ്ലമാണ് പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, അതായത് റിസോഴ്സസിൻ്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. നമുക്കറിയാം, നമ്മുടെ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉള്ള ഒരു രാജ്യത്ത്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള വളർച്ചയുള്ള രാജ്യത്ത് തീർച്ചയായിട്ടും റിസോഴ്സസും വളർച്ചയുണ്ടാവും. അതേപോലെ തന്നെ ടെക്നോളജിയിലും പുരോഗമനം ഉണ്ടാവും, അല്ലേ? എക്കണോമിക് ഗ്രോത്ത് ഇൻവോൾവ്സ് എക്സ്പാൻഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി, അല്ലേ? എക്കണോമിക് ഗ്രോത്തുള്ള ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും റിസോഴ്സസും എക്സ്പാൻഡ് ചെയ്യും, റിസോഴ്സസും വർദ്ധിക്കും, അതേപോലെ തന്നെ ടെക്നോളജിയും വർദ്ധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എഫക്റ്റീവ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ഈ സെക്ഷനിൽ നമുക്ക് പറയേണ്ടത്. അതായത് റിസോഴ്സസിൻ്റെ വളർച്ച തീർച്ചയായിട്ടും എഫിഷ്യൻ്റ് ആയിരിക്കണം, കാര്യക്ഷമമായിരിക്കണം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ലാസ്റ്റിലെ പ്രോബ്ലമാണ് പ്രോബ്ലം ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്, അതായത് സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പൂറായിട്ടുള്ള ഒരു നാഷൻ, അതായത് വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള, യാതൊരു വികസനവും എത്താത്ത രാജ്യത്ത്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും, അല്ലേ? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മുടെ ജീവിത നിലവാരം വർദ്ധിക്കുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ഇക്കോണമിയിലുള്ള, അതായത് നമ്മുടെ രാജ്യത്തുള്ള പോപ്പുലേഷൻ, അതായത് നമ്മുടെ രാജ്യത്തുള്ള ജനസംഖ്യ വളർച്ചയെക്കാളും എന്ത് കൂടണം? എക്കണോമിക് ഗ്രോത്തിൻ്റെ റേറ്റ് കൂടണം എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തുള്ള ജനസംഖ്യ വർധനവിനേക്കാളും എന്ത് കൂടണം? നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ നിരക്ക് കൂടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇക്കോണമിയിൽ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കയ്യിലുള്ള ലിമിറ്റഡ് ആയുള്ള റിസോഴ്സസിനെ പൂർണ്ണമായിട്ടും വിനിയോഗിച്ചാണ് നമ്മൾ എക്കണോമിയിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് നമ്മുടെ ലയണൽ റോബിൻസ് പറഞ്ഞിരിക്കുന്ന സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയുള്ള റീസൺസ് പറഞ്ഞു. അത് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ഈ ലിമിറ്റഡ് റിസോഴ്സസിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ആണ്. എന്തൊക്കെ തരത്തിലുള്ള സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് 2 സെക്ഷനായിട്ട് തിരിക്കാം. ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ റിസോഴ്സസിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം, അതിൽ 3 പ്രോബ്ലംസ് ആണുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഇങ്ങനെ 3 പ്രോബ്ലംസ് ആണ് ഫസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്തത് റിസോഴ്സസിൻ്റെ ഫുൾ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. അത് നമ്മൾ പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. രണ്ടാമതായി പ്രോബ്ലം ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് പറഞ്ഞു. പിന്നെ പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസിൻ്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഓഫ് എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നന്നായി പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ടുകളും കമൻറ്റായി ചെയ്യുക. താങ്ക് യു ഓൾ.